ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ച യേശുനാഥന്റെ സുവിശേഷ ദൗത്യവുമായി ഒരു സന്യാസിനി. സിസ്റ്റർ ജിസ്ലറ്റ് എസ്.ഡി. തൻ്റെ ദൈവവിളിയുടെ പിന്നിട്ട വഴികളിലെ ഓർമ്മകളും പ്രവർത്തന മേഖലകളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് സിസ്റ്റർ ജിസ്ലറ്റ് എസ്.ഡി. കോൺവെൻറ്റ്, സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അറിയപ്പെടുക. പാവങ്ങളുടെ കൊച്ചു സഹോദരിമാർ, പ്രത്യേകിച്ച് അഗതി മക്കളുടെ സഹോദരിമാർ എന്നറിയപ്പെടും. എൻ്റെ വീട് വെള്ളാരംകുന്ന് സെൻറ്റ് മേരീസ് ചർച്ചിലാണ്. ഇടവകയിലെ വാല്യമണ്ണേൽ കുടുംബത്തിലുള്ളൊരു കൊച്ചു സഹോദരിയാണ്. എൻ്റെ കുടുംബത്തിൽ 8 അംഗങ്ങളാണുള്ളത്. 8 മക്കളും മാതാപിതാക്കളും. അച്ചാച്ചൻ മരിച്ചുപോയി. അമ്മച്ചിയും ഞങ്ങൾ 8 പേരുമാണ്. എൻ്റെ വീട്ടിൽ 6 പേര് പെൺകുട്ടികളും 2 ആങ്ങളമാരുമാണ്. ഇതിൽ 4 സിസ്റ്റേഴ്സും ഒരച്ഛനുമുണ്ട്. പിന്നെ 3 പേരെ കല്യാണം കഴിച്ചയച്ചു. പ്രത്യേകിച്ച് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഈ സന്യാസമൂഹത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മ ചെയ്യാൻ സാധിച്ചത് എനിക്ക് എന്നെ മുകളിലുള്ള അധികാരികൾ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരുന്നു. ഒരു നന്മ ചെയ്യാനായിട്ട് ഉള്ളിൽ തോന്നിയാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ പൊയ്ക്കോ, ചെയ്തേക്കാം, ഞങ്ങൾ പ്രാർത്ഥിച്ചോ എന്നൊരു വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഒരിടത്തും പോകുകയില്ല. 2 സിസ്റ്റേഴ്സ് ഒന്നിച്ച് പോകും. ഒന്നിച്ച് പോയി ഏതെങ്കിലും ഒരു കുടുംബത്തിൽ കയറുമ്പോൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ, നമ്മൾ വചനം ഉരുവിട്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ കടന്നു ചെല്ലുമ്പോഴേ ആ വീട്ടിലൊരു വചനം എടുക്കും. ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വചനം എടുക്കുമ്പോൾ കർത്താവ് ആ വീട്ടിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉടനെ ഞാൻ പക്ഷി ചിറകിൻ കീഴിൽ എന്നതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് നിങ്ങളെ കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് തരുന്ന വചനങ്ങൾ, നല്ല വചനങ്ങൾ തരും. അങ്ങനെയുള്ള ഭവനങ്ങളിൽ പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട, അവിടെ ചെയ്യുന്നത് മുഴുവൻ കർത്താവാണ്. അപ്പോൾ ഒരു മദ്യപാനിയായ ഒരു കുടുംബമായിരിക്കാം, അല്ലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള കുടുംബമായിരിക്കാം, ഏത് കുടുംബത്തിൽ ചെന്നാലും നമുക്ക് അങ്ങനെ ഒരു അനുഭവമാണ് തരുന്നത്. ഈശോ വഴി നടത്തുന്ന ഒരു അനുഭവം. പ്രത്യേകിച്ച് നമ്മുടെ അധികാരികളും സഹോദരിമാരും ഏതിനും കൂട്ടായിരിക്കുന്ന ഒരു അനുഭവമാണ്. ഒരിടത്ത് നമ്മളെ തനിച്ചായിരുന്നിട്ട് കടന്നു പോവില്ല, കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നിടത്താണ്. പിന്നെ പ്രത്യേകിച്ച് ഈ അൽമായരുടെ ശുശ്രൂഷ നമുക്ക് ഒത്തിരി ലഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അൽമായരുടെ ശുശ്രൂഷയിൽ ഒരു SD കമ്പാനി എന്ന് പറയും. നമുക്ക് നമ്മളോട് സപ്പോർട്ട് ചെയ്ത് ശുശ്രൂഷ ചെയ്യാനായിട്ട് പാവപ്പെട്ട മക്കളെ ശുശ്രൂഷ ചെയ്യാനും, അതുപോലെ തന്നെ തകർന്നുപോയ കുടുംബങ്ങളെ ഉദ്ധരിക്കാനും, അതുപോലെ തകർന്ന കുടുംബ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും ഒക്കെ ആയിട്ട് ആഗ്രഹവും സന്മനസ്സും പ്രാർത്ഥനയുമുള്ള ഒത്തിരി ഒരു അൽമായരുടെ കൂട്ടായ്മയുണ്ട്. മാസത്തിൽ ഒന്നിച്ച് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നിച്ച് നമ്മുടെ SD പ്രൊവിൻഷ്യൽ ഹൗസിൻ്റെ മുറ്റത്ത് ഇരുന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി പുറത്ത് ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി ലഭിച്ചത് നമ്മുടെ അതേ മൈൻഡോടുകൂടെ നമ്മുടെ വെല്ലിച്ചൻ്റെ കരിസമനുസരിച്ച് ഈ എളിയ സഹോദരങ്ങൾക്ക് ചെയ്യുവാനുള്ളൊരു തീഷ്ണത നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നിച്ച് എല്ലാം ചെയ്യുന്നത് ഈ അൽമയരായ സഹോദരങ്ങൾ, അവരുടെ മനസ്സിൽ വരുന്നത് അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചെടുക്കുമ്പോൾ അവർ ചെയ്തോളും. ഒരു പേഷ്യൻറ്റിനെ വീട്ടിൽ കയറി നമ്മൾ സന്ദർശിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവരെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവരുടെ മേഖലകളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ധ്യാനത്തിനോ ഒക്കെ കൊണ്ടുപോകാനായിട്ട് റെഡിയാകുന്നത് ഇവർ കൊണ്ടുപോകുന്നത് ഇവരുടെ വാഹനങ്ങളിലാണ്. ഇവിടെ ഈ മഠത്തിൽ നിന്നൊന്നും പൈസ എടുക്കേണ്ട ആവശ്യം വരില്ല. എല്ലാം അവർ തന്നെ സ്പോൺസർ ചെയ്ത് അവർ തന്നെ അങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എത്രയോ നന്മയുള്ള മനുഷ്യരാണ് നമ്മുടെ ഇടവകയിലും അല്ലെ കണ്ടുമുട്ടുന്ന സഹോദരങ്ങളിലും. നാനാജാതി മതസ്ഥരാണ്. ഇപ്പോൾ മുസ്ലിംസ് ഉണ്ടാകും, ഹിന്ദുസ് ഉണ്ടാകും, ക്രിസ്ത്യൻസ് ഉണ്ടാകും. ഇവരെല്ലാവരും ഒത്തിരി നന്മയുള്ളവരാണ്. അപ്പോൾ നമ്മളോടൊന്ന് പിന്നിൽ നിന്നാൽ മതി, അവർ ഒത്തിരി കാര്യങ്ങൾ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്യും. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കഴിഞ്ഞ നല്ല നാളുകൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ
നന്മയുള്ള നാടും നാട്ടുകാരും ഉണ്ടായി വന്നെങ്കിൽ എന്ന്. ശരിയാണ്, ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒത്തിരി ധ്യാന സെൻറ്ററുകൾ വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയുവാൻ സാധിക്കുന്നതാണ്, ഈ എളിയ ശുശ്രൂഷയിലൂടെ മാത്രമേ ഇതിൻ്റെ പിന്നിൽ നിൽക്കുക. പിന്നിൽ നിൽക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങൾ നമുക്ക് വേണ്ടിയും തമ്പുരാന് വേണ്ടി എല്ലാവരുടെയും ലക്ഷ്യം ഇതാണ്. ഇവരെ തമ്പുരാനിലേക്ക് അടുപ്പിക്കണം, ധ്യാനത്തിന് കൊണ്ടുപോകണം, ആ കുടുംബം ജീവിതം ഭദ്രമാകണം, ആ മക്കളും കുഞ്ഞുമക്കളും രക്ഷപ്പെടണം. ഒന്നിച്ച് പോകുന്നൊരു കുടുംബം. നവീകരണ അനുഭവത്തിൽ വന്നിട്ട് 20 വർഷത്തോളമായി. അന്ന് മുതൽ ഇന്ന് വരെ പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ നവീകരണ ബന്ധപ്പെട്ട അനേകം ഗ്രൂപ്പുകളുണ്ട്. പ്രത്യേകിച്ച് അത് അവരവരുടെ ഇടവകകളിൽ തന്നെ ഇങ്ങനെ കൂട്ടായ്മകൾ ഒന്നിച്ച് പോയിക്കൊണ്ടാണിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന കാലയളവിലാണ് സിസ്റ്ററിനെ പറ്റി അറിയുവാനും പരിചയപ്പെടുവാനായിട്ട് സാധിച്ചത്. അത് വലിയൊരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കർത്താവ് ഉയർത്തുകയായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം സിസ്റ്ററെ ഓരോ വീടുകളിലേക്കും കടന്നു ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അവരുടെ വിഷമങ്ങളിലേക്ക് ചേരുവാൻ സിസ്റ്റർ പ്രത്യേകം താല്പര്യം കാണിച്ചു. പ്രത്യേകിച്ച് മദ്യപാനികളായ വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടായ വീട്ടുകാർ അനുഭവപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന് അക്രമ സ്വഭാവം, വീട്ടിലെ ഉപകരണം നശിപ്പിക്കുന്ന അവസ്ഥ, മറ്റുള്ളവരെ അനാവശ്യങ്ങൾ പറയുന്ന അവസ്ഥ, ഭീതിതമായ അവസ്ഥ. ഈ അവസ്ഥയിലേക്ക് ദൈവം ഞങ്ങളെ നടത്തിയപ്പോൾ ആദ്യം വീട്ടിലേക്ക് കടന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നിച്ച് കടന്നു ചെല്ലുന്നു. അവിടെ ചെന്ന് സ്നേഹത്തോടെ മകനെ ധ്യാനത്തിന് പോകാനായിട്ട് നിർബന്ധിക്കും. അദ്ദേഹം വരുന്നതിന് അല്പം നിർബന്ധം പറയും. അതും അല്ലെങ്കിൽ അല്പം കഠിനമായ രീതിയാണെങ്കിൽ ബലമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ പിടിച്ചു കെട്ടി ഹോസ്പിറ്റലുകളിലെ ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്തിക്കും. അവിടെ 20-21 ദിവസത്തെ ചികിത്സ കഴിയുമ്പോൾ അവിടെ തന്നെ തിരിച്ച് ഇറക്കി ഉടനെ നമ്മൾ ധ്യാന സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരാഴ്ച ധ്യാനം തിരിച്ചു വരുമ്പോൾ ആ വ്യക്തി പൂർണ്ണമായിട്ടും ഒരു മനസ്സനുഭവത്തിലേക്ക് കടന്നു വരും. വീണ്ടും അതിന് ശേഷം ഉടനെ തന്നെ നമ്മളെ അടുത്തുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒത്തുചേർന്നു. ദൈവത്തിൻ്റെ കൃപയാൽ സിസ്റ്ററോട് ഒപ്പം ഏകദേശം 10 വർഷത്തിനുള്ളിൽ ഒരു 100ഓളം ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്നും നിലനിൽക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്പരാണ് നന്ദി പറയാതെ ഇരിക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ കൂട്ടായ്മ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ മോബൻ ചോരുവടി അച്ഛനും പോളച്ഛനോട് ഒന്നിച്ചു ചേർന്ന് ഒരു കൂട്ടായ്മയെപ്പറ്റി ചിന്തിക്കുകയും SBDയിൽ ഒരു കൂട്ടായ്മ ഫോം ചെയ്യുകയും ചെയ്തു. എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ കുടുംബസമേതം ഒന്നിച്ചു കൂടുകയും അവിടെ പ്രാർത്ഥിക്കുകയും ജപമാല ചെല്ലുകയും തമ്പുരാനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നാളുകളേറെ മുന്നോട്ട് പോയപ്പോൾ ഈ കൂട്ടായ്മ വർദ്ധിച്ചു വന്നു. ഇപ്പോൾ അവിടെ സ്ഥല പരിമിതി മൂലം അതിപ്പോൾ നമ്മുടെ ചെത്തിപ്പുഴയിലുള്ള കാർമൽ ധ്യാന സെൻറ്ററിലേക്ക് മാറ്റി ഏകദേശം 100ഓളം കുടുംബങ്ങൾ ഒന്നിച്ചു കൂടി എല്ലാ ഞായറാഴ്ചയും അവരുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അവിടെ കടന്നു വന്ന് അവർക്ക് വേണ്ടി അവരെ പ്രാർത്ഥിക്കുകയും ദൈവാനുഭവം നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ വീടുകളിൽ പ്രത്യേകിച്ചത് കൂടാതെ തന്നെ ആഴ്ചകൾ ഒരിക്കൽ ഒന്നിച്ചു കൂടി ചങ്ങനാശ്ശേരി രൂപതയോട് ഒന്നിച്ചു ചേർന്ന് ബഹുമാനപ്പെട്ട കപ്പാമൊളിച്ച് നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ ഫോം ചെയ്യുകയും ഇങ്ങനെ മദ്യപാനിയുടെ വ്യക്തികളുണ്ട് അവരുടെ വീട്ടിലെ അച്ഛൻ കടന്നു ചേർന്ന് അവരെപ്പറ്റി ഈശോയുടെ സ്നേഹത്തെപ്പറ്റി പറയുകയും അവരെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ അനുഭവത്തിൽ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഒത്തിരി പേരുടെ വലിയൊരു കൂട്ടായ്മയുടെ ഫലമാണ്. രാത്രി കാലങ്ങളിലൊക്കെ അനേകം മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഇങ്ങനെയുള്ളവരെ കണ്ടെത്തുവാനും ചികിത്സ കൊണ്ടുപോകാനും ദൈവം ഇടവെച്ചിട്ടുണ്ട്. ഒത്തിരി റിസ്ക്കുള്ള പരിപാടിയാണ്. പക്ഷേ ദൈവം വളരെ പരിപാലിക്കുന്നതിനാൽ എല്ലാം ഇതുവരെ മനോഹരമായിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ SD സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകൻ ദൈവദാസൻ വർഗീസ് പയ്യപ്പള്ളിച്ചനാണ്. അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് അക്കാലത്ത് വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാകുമ്പോൾ വല്യച്ഛൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഭക്ഷണവും വെള്ളവും ഒക്കെ ആയിട്ട് പൊതി കെട്ടി ആ മക്കളുടെ അടുക്കൽ പോയി രാപകലില്ലാതെ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. അപ്പം ആലുവായിലൊക്കെ ആണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ എവിടെ എന്തെങ്കിലും അത്യാഹിതങ്ങൾ നടക്കുകയോ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നടക്കുക അവിടെ ഓടിയെത്തി ശുശ്രൂഷ ചെയ്യുന്നൊരു ശൈലിയാണ് നമ്മുടേതെന്ന് എപ്പോഴും ഞങ്ങളെ പറഞ്ഞു തന്ന് ബോധ്യപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് ഈ ഉടുപ്പിട്ട കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചാൻസുകൾ കിട്ടിയാൽ ഉടനെ തന്നെ നമ്മുടെ അധികാരികളും സഹോദരിമാരും പറഞ്ഞയക്കുമായിരുന്നു. ഒരു ഉദാഹരണത്തിന് ഉല്ലാസ സമയങ്ങളുണ്ട്.
ഈ സന്യാസ സമൂഹത്തിന് 8:30 വൈകുന്നേരം 8:30 അത്താഴം കഴിഞ്ഞ ശേഷം സഹോദരിമാരെല്ലാവരും ഒന്നു ചേർന്നിരുന്ന് ഉല്ലസിക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിക്കും. ആ കാര്യം ഒരു ദിവസം ഈ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. കർണാടകത്തിലെ കാർ അപകടത്തിൽ മരിച്ച 5 പേരുടെ ഡെഡ് ബോഡി രാത്രി 11:30 ഇവിടെ എത്തിച്ചേരും. അപ്പോൾ ആരെങ്കിലും സിസ്റ്റേഴ്സ് ഒരു 5 പേര് അവിടെ വരണം, അവരെ ഡ്രസ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ബോഡിയൊക്കെ അന്ന് അറേഞ്ച് ചെയ്യാനും ശവപ്പെട്ടി വെക്കുവാനും ഒക്കെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങളുടെ അധികാരികൾ ചോദിച്ചു ആരാണ് പോകാൻ റെഡിയെന്ന് ഉല്ലാസ സമയത്ത് ചോദിച്ചു. ഉടനെ 5 പേര് കൈപൊക്കി. ആ കൈപൊക്കിയതിൽ ഒരാൾ ഞാനായിരുന്നു. ഉടുപ്പിട്ട ശേഷം 1 വർഷമേ ആയുള്ളൂ, 1 വർഷം ആയില്ല. അപ്പം ഞാനും ആ കൂടെ പോകാൻ റെഡിയായപ്പോൾ എൻ്റെ അധികാരികൾ എന്നെ പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് ആ മോർച്ചറിയിൽ നിന്ന് ഒരു 11:45-12 മണിയായി 5 ബോഡി 3 ദിവസമായി മരിച്ച ശേഷം അവിടെ എത്തുന്നത്. ആ ബോഡിയുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും ചിന്തിക്കാവുന്ന. അങ്ങനെ എത്തിയ ഡെഡ് ബോഡി ഒരെണ്ണം നമ്മളെ മോർച്ചറിയിലേക്ക് സ്വീകരിച്ച് നമ്മളത് നന്നായിട്ട് അലങ്കരിക്കാനായിട്ട് തുടങ്ങിയപ്പം ഭയങ്കരമായ ദുർഗന്ധമായിരുന്നു. കാരണം എന്താണെന്നറിയാം, മനുഷ്യ ശരീരം കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കുന്ന സ്മെല്ല് അത്ര വലുതാണ്. അപ്പോൾ ഉടനെ ഒരു മുണ്ട് കീറി ഞങ്ങൾ 4 സിസ്റ്റേഴ്സ് ഇത് മുഖവും വായും അങ്ങ് പൊതിഞ്ഞു കെട്ടി. അതിനുശേഷം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു പ്രചോദനം തന്നു. ഈ കിടക്കുന്നത് നിൻ്റെ സഹോദരൻ, എനിക്ക് വീട്ടിലുള്ള ഒരു ആങ്ങളെയാണ്, മറ്റേ ആൾ അച്ഛനാകാൻ പോയി, അപ്പം വീട്ടിലുള്ള ആങ്ങളെയാണ് ഈ മരിച്ചു കിടക്കുന്നതെന്ന് എൻ്റെ ഉള്ളിലേക്ക് തന്ന ഒരു പ്രചോദനം. അങ്ങനെയെങ്കിൽ നിനക്ക് ഈ മണം അനുഭവിക്കുമോ, സ്മെൽ അനുഭവിക്കുമോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ എൻ്റെ ദൈവമേ, എൻ്റെ ആങ്ങളെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ എനിക്കിതൊന്നും ഉണ്ടാവില്ലോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നു. പിന്നെ എനിക്ക് ആ സ്മെല്ലൊന്നും എനിക്ക് അനുഭവിച്ചില്ല. ഞങ്ങളത് ചെയ്യേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ആ ബോഡി അന്ന് രാത്രി തന്നെ 2:45 ഒരു ബോഡി ശവസംസ്കാരം നടത്തി. അങ്ങനെ രാത്രിയിൽ അന്ന് ഓർക്കണം. അപ്പം അത്രമാത്രം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നീഡായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സന്യാസ സമൂഹത്തിലെ അധികാരികളും സഹോദരിമാരും ഒന്നിച്ചു പോകും. ഈ പ്രചോദനമുള്ളതുകൊണ്ട് നമുക്ക് വീടുകളിലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ആരെങ്കിലും വന്ന് നമ്മളോട് പറയും, ഇത് ആ വീട്ടിൽ അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, കാലും മേലാതെ കിടക്കുകയാണ്, ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ ആളില്ല, ഒന്ന് എന്നാ പറഞ്ഞാൽ ഉടനെ നമ്മളവിടെ എത്തും. അല്ലെങ്കിൽ കുടിച്ച് വെള്ളം വെച്ച് വിഷമിക്കുന്ന ഒരു ഭവനമാണ്, അവിടെ മക്കൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്തയുള്ള, അപ്പം നമ്മൾ തനിച്ചു പോകില്ല. അപ്പം നമുക്കൊരു ടീം രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു കുടുംബത്തിൽ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടെ വീടിന് കട്ടളയും ജനലും ഒന്നുമില്ല, പ്രത്യേകിച്ച് ട്യൂബ് വരെയും എടുത്തു കൊണ്ടുപോയി വിറ്റ് കുടിച്ച ഒരു അനുഭവമാണ്. ആ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും കൊണ്ടുപോയി, പ്രത്യേകിച്ച് ജനലും കതകും എല്ലാം, പ്രത്യേകിച്ച് ഗേറ്റ് എല്ലാം കൊണ്ടുപോയി കുടിച്ചു. അങ്ങനെ ഒരു കുടുംബത്തിൽ കടന്നു ചെല്ലുമ്പം 3 ആമക്കളും അമ്മയും അപ്പനുമുള്ളൊരു കുടുംബം. അവിടുത്തെ ദയനീയാവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവിടെ കടന്നു ചെന്ന് ഞങ്ങൾ ആ ബോധപൂർവ്വം ആ മനുഷ്യനെ സ്നേഹിച്ച് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഈ മനുഷ്യന് ഓടിപ്പോയി. ഓടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പോലീസുമായി ഇടപെടേണ്ട വന്നു. ആ ലോക്കലിലുള്ള പോലീസുകാരോട് നമ്മൾ ഇൻഫോം ചെയ്യും ഇങ്ങനെ ഒരു കാര്യമാണെന്ന്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും, അപ്പോൾ നമ്മുടെ ഒരു മഠത്തിൽ ഓടിച്ചെന്ന് കയറി അവിടെ വെച്ച് നമ്മൾ ഈ മനുഷ്യനെ നമ്മൾ സ്നേഹത്തോടെ കൈകൾ രണ്ടും കെട്ടി നമ്മൾ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ലോക്കലിലുള്ള സഹോദരങ്ങളെ നമ്മളെ സഹായിച്ചു. അപ്പോൾ ഇപ്രകാരം നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് പ്രചോദനം തന്ന ഇതാണ്, പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. അന്നും ഇന്നും നയിക്കുന്ന ഒരേ ഒരു വചനം, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളതാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളൊന്നും അല്ലിത്, ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പം തമ്പുരാൻ വേണ്ട വഴികൾ നമുക്ക് തുറന്നു തരും. അവിടെ നമ്മൾ സഹകരിച്ചാൽ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നാറുണ്ട്, ആ കുടുംബത്തിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചാൽ തമ്പുരാന് വേണ്ട ആത്മാവാണെങ്കിൽ തീർച്ചയായിട്ടും തമ്പുരാൻ ആ ആത്മാവിനെ നമ്മുടെ കൈകളിലേക്ക് തന്ന് ലക്ഷ്യസ്ഥാനത്തിലെത്തിക്കും. ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ. അപ്പോൾ ഈ നമ്മളെ കൂടെ സഹായിക്കുന്ന സഹോദരങ്ങളിലെ ആ സഹോദരങ്ങൾ നമ്മുടെ കൂടെ ഇവിടെ ഈ പ്രൊവിൻഷ്യൽ ഹൗസിൻ്റെ മുറ്റത്ത് ഒന്നിച്ചുകൂടി ഒരു ഗ്രൂപ്പ് പ്രാർത്ഥന നടത്തും. അതുപോലെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ, നല്ല അനുഭവങ്ങൾ ഇവർ ഷെയർ ചെയ്യും. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ ഒത്തിരി നന്മയുള്ള മനുഷ്യരാണ് നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വലിയ ശുശ്രൂഷകളായിത്തീരുക. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ ഒത്തിരി ബലഹീനതകൾ കാണിച്ചിരിക്കും.
ചിലപ്പോൾ നമ്മളെ ഒത്തിരി അസഭ്യങ്ങൾ വിളിച്ചു പറയും. അതുപോലെ തന്നെ പിന്നെ നമ്മളെ ആക്രമിക്കുന്ന പോലെ നമ്മളെ പ്രകരിക്കുകയൊക്കെ ചെയ്യും. എങ്കിലും ഇവർക്കൊന്നും ഇതൊരു പ്രശ്നമല്ല. ഈ ആത്മാവിനെ രക്ഷപ്പെടുത്തുക, ഈ കുടുംബത്തിലേക്കൊന്ന് പുനഃസ്ഥാപിക്കുക, ഈ അപ്പനെ മക്കൾക്ക് അപ്പനായി ലഭിക്കുക, അങ്ങനെ ഒരു വലിയൊരു ലക്ഷ്യമാണ് ഇവർക്കുള്ളത്. ഒന്നിച്ചുള്ള ഒരു പ്രാർത്ഥനയും ഒന്നിച്ചുള്ള പരിശ്രമവും തമ്പുരാൻ്റെ കൈകളിലേക്ക് ഇവരെ സ്വീകരിക്കാനും പ്രത്യേകിച്ച് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു വലിയ ശക്തിയായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടീം വർക്കാണ് ഇവിടെ വളരെ നന്നായിട്ട് നടക്കുന്നത്. ഈ ചങ്ങനാശ്ശേരി പ്രദേശത്തുള്ള സഹോദരങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹിന്ദുസ് ഉണ്ടാകും, മുസ്ലിംസ് ഉണ്ടാകും, ക്രിസ്ത്യൻസ് ഉണ്ടാകും. ഒന്നിച്ചാണ് പോകുന്നത്. ഒന്നിച്ചു പോയാലും ഒരിടയ്ക്ക് ഞങ്ങൾ ഹൈ റേഞ്ചിൽ പോയി ഒരാളെ കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നു. അവിടെ അത്രയും ലോങ്ങായിട്ട് യാത്ര ചെയ്ത് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പോയപ്പോഴും ഒരു മടുപ്പും ഇവർക്കില്ല. അതാണ് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലുന്നത്. അതിനുശേഷം യാത്ര ചെയ്യുന്നത് നമ്മൾ രാത്രി ഒരു 12 മണി 1 മണി ആയാലും നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലുകൾ ഇവരെ എത്തിക്കാൻ പറ്റത്തില്ല. എങ്കിലും ആ സമയത്തൊക്കെ നമ്മളെ തമ്പുരാൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു വഴിയാണ്. അപ്പോൾ വളരെ സ്നേഹത്തോടെ ചെയ്യുന്നൊരു ശുശ്രൂഷ ആയതുകൊണ്ട് ആ ആത്മാവിനെ കർത്താവ് രക്ഷപ്പെടുത്താൻ പോലും അത് വചനത്തിൻ്റെ ഒരു ശക്തിയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് കൂടെ വരുന്ന സഹോദരങ്ങളെല്ലാവരും അത് എപ്പോഴും പ്രകടമാക്കുകയും പറയുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള ജീസസ് യൂത്തിലെ സഹോദരങ്ങളുണ്ട്. അവർക്കിതെല്ലാം വിഷനായിട്ട് കാണിച്ചു കൊടുക്കും തമ്പുരാന്. ദർശനത്തിലൂടെ അല്ലാതെയൊക്കെ ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങൾ, ഒരു കുടുംബത്തിൽ ചിലപ്പോൾ ഒത്തിരി പല അന്ധവിശ്വാസങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന കുടുംബമാണെങ്കിൽ അവിടെ നമ്മൾ പുറത്ത് മുറ്റത്ത് മണലിൽ മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് പരിഹാരം ചെയ്ത് രാത്രി 9 മണി 10 മണി വരെയും പ്രാർത്ഥിച്ച് ആ കെട്ടഴിച്ച് ആ കൂടെയാണ് ഈ മകനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വൈദികൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും. നമ്മൾ ഏതെങ്കിലും രാത്രികളിൽ എവിടെയെങ്കിലും കുടുംബങ്ങളിൽ പോവുകയാണെങ്കിൽ ആ ഇടവകയിലെ വികാരിയച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ വിളിക്കുന്ന സമയത്ത് തന്നെ അവിടെ എത്തി അവർക്ക് വേണ്ട പ്രാർത്ഥനയും സപ്പോർട്ടും, അല്ലെങ്കിൽ കൂടെ നമ്മൾ കൊണ്ടുപോകുന്ന കൂടെ തന്നെ നമ്മുടെ വാഹനങ്ങളിൽ അച്ഛനുണ്ടാവും, പ്രദേശത്തുണ്ടാവും, അല്ലെങ്കിൽ ഈ വീട്ടുകാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു യജ്ഞമായതുകൊണ്ട് കർത്താവിൻ്റെ കൈകളിൽ ഇവരെ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ സാധിക്കുമെന്നൊരു രക്ഷപ്പെടുത്താൻ, ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് മദ്യപാനിയായിരുന്നു. ആ ആളെ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. അന്നേരത്തേക്കാണ് അച്ഛന്മാരും FT സെമിനാരിയിലെ സിസ്റ്റേഴ്സുമാരും അവിടെ വന്നു കൂടിയത്. അവരാണ് ഞങ്ങളുടെ ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച ഈ അസുഖം മാറി കുടി നിർത്തി തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ 40 ദിവസത്തെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ 40 കരുണയുടെ കൊന്ത ചൊല്ലുകയും ആ പ്രാർത്ഥനയുടെ ഫലമായി ആൾ നല്ല ഇതായിട്ട് തിരിച്ചു വരികയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്. ആക്സിഡൻറ്റ് കഴിഞ്ഞ് പിന്നെ ആശുപത്രിയിലായിരുന്നു. പിന്നെ അവിടെയും സിസ്റ്റർമാരും അച്ഛന്മാരും ഇടപെട്ട് നാട്ടുകാരുടെ സഹായത്തോടെ അത്ഭുതകരമായി പുള്ളി രക്ഷപ്പെടുകയും പുള്ളി ദൈവത്തിലോട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തു. സിസ്റ്റർമാർ ഇടപെട്ടാണ് എൻ്റെ ഭർത്താവ് ഇത് നല്ല നിലയിലെടുക്കുകയും എസ്ലി സിസ്റ്ററാണ് ഇതിന് കൂടുതൽ നേതൃത്വം വഹിക്കുകയും ചെയ്ത ആ സിസ്റ്റർ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ദൈവത്തിലോട് കൂടുതൽ അടുപ്പിക്കുവാനും ദൈവത്തെ കൂടുതൽ അറിയുവാൻ ആ സിസ്റ്ററിൽ നിന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിനും കൂടുതലായിട്ട് അടുക്കുവാൻ കഴിഞ്ഞതിൽ കൂടുതൽ നന്ദി പറയുന്നു. അത് ഒരു വീട്ടിൽ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ആ വീട്ടിലെ ഒരു മനുഷ്യന് ഒരു പെയിൻറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോകാനായിട്ട് റെഡിയല്ലായിരുന്നു. വേറൊരു വീട്ടിൽ പോയി ഒരു യുവാവിനെ ആക്രമിച്ച് അത്യാസന്ന നിലയിലാക്കിയിട്ട് 2 ദിവസമായിട്ട് ആ വീട്ടിൽ ആരും കയറാതെ കിടന്ന ഒരു സ്ഥലത്താണ് ഞാൻ വിചാരിച്ചനും പിന്നെ ഞങ്ങൾ സിസ്റ്റേഴ്സൂടെ കടന്നില്ല. അപ്പോൾ ആ വീട്ടിലുള്ള പയ്യനെ നമ്മൾ ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ ആശുപത്രിയിൽ എത്തിച്ചു. അതോടൊപ്പം തന്നെ ഈ ആക്രമിച്ച ഈ മദ്യപാനിയായ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അന്ന് രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഈ മനുഷ്യനെ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കും. അതിനുവേണ്ടി നമ്മുടെ കൈകളിലൊന്നും കിട്ടത്തില്ല. ആ കിട്ടാനായിട്ടുള്ള യജ്ഞം എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ അന്നത്തെ ദിവസം ആ ചാപ്പലിലേക്ക് കയറി കൈ വിരിച്ചു പിടിച്ചിട്ട് കുറേ സഹോദരിമാർ വിരിച്ചു പിടിച്ചങ്ങ് പ്രാർത്ഥിക്കും. ഈ മനുഷ്യനെ ഞങ്ങളുടെ കൈകളിൽ തമ്പുരാൻ്റെ കൈകളിൽ കൊണ്ടുവരുന്നിടം വരെ ഈ കൈ താക്കത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ടീമിലെ 3-4 സഹോദരങ്ങൾ ഈ ഇടവകയുടെ പല സ്ഥലങ്ങളിലൂടെയും ഈ മനുഷ്യനെ തപ്പിപ്പോവും. അങ്ങനെ തപ്പിപ്പോയി കണ്ടെത്തി തിരിച്ചവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയോ, സിസ്റ്ററിനെ ഇപ്പോൾ കാണിച്ചു തരാം, നിങ്ങൾ എന്നെ ഒന്നെങ്കിൽ നിങ്ങളെ ഞാൻ വകവരുത്തും, അല്ലെങ്കിൽ എൻ്റെ ജീവൻ പോകുമെന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ നമ്മളെ ഫയർ ചെയ്തു.
ഫയർ ചെയ്ത സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ, ആ അടിയിൽ വെച്ചിരുന്ന സൂക്ഷിച്ചിരുന്ന ടിന്നർ, ഈ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം ടിന്നർ എന്നാന്ന് തോന്നുന്നു, ആ ടിന്നർ എടുത്ത് ഈ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞ് ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു തീപ്പെട്ടിയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ഞാൻ ഇപ്പം തന്നെ ഇത് ദേഹത്ത് ഒഴിച്ചിട്ട് ഞാൻ കത്തിച്ച് മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾ യുവാക്കന്മാരല്ലേ, അവന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഉടനെ നമ്മുടെ ടീമിലുള്ളവരെന്ത് ചെയ്യുന്നറിയാം, മുറ്റത്തേക്ക് പുറകിൽ കൂടെ വന്നിട്ട് ആ മനുഷ്യൻ്റെ പുറകിൽ കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ആ ടിന്നർ പാത്രത്തോടെ ഇങ്ങ് വാങ്ങിച്ചു, തീപ്പെട്ടിയും വാങ്ങിച്ചു. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തെ പൊക്കി എടുത്തുകൊണ്ട് നമ്മുടെ വണ്ടിയിലേക്ക് ഇരുത്തി നേരെ നമ്മൾ മൂലമറ്റ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇപ്രകാരം അദ്ദേഹത്തെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് 1 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവിടെ ആ സമയത്ത് കൂതാശകൾ ലഭിക്കും, ട്രീറ്റ്മെൻറ്റ് ലഭിക്കും, നല്ല ഉപദേശങ്ങൾ ലഭിക്കും, കൗൺസിലിംഗ് ലഭിക്കും, നല്ല ശുശ്രൂഷ ലഭിക്കും. അങ്ങനെ ആ മനുഷ്യൻ നല്ല സ്നേഹം അനുഭവിക്കുക, നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഡോക്ടറിനോട് പറഞ്ഞ് ഇനി നല്ലൊരു ധ്യാനം കഴിയാതെ ഈ മനുഷ്യനെ നമുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂടെ കൂട്ടി ഈ മനുഷ്യനെയും കൂടെ കൂട്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ധ്യാന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. ഒന്നെങ്കിൽ ചിറ്റൂർ, അല്ലെങ്കിൽ പോട്ട, അങ്ങനെയുള്ള ചാലക്കുടി, സെഗിയോൻ ധ്യാന കേന്ദ്രം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ധ്യാനം കൂടി തിരിച്ചു വരുമ്പോൾ ഇവരെ തമ്പുരാന് വലിയൊരു സാക്ഷിയായി മാറുക. ഇന്നും അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള എല്ലാ ഭവനങ്ങളും നിലനിൽക്കുന്നുണ്ട്, നല്ല കുടുംബങ്ങളായിട്ട് കയറി വരുന്നുണ്ട്. സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഉന്നമനത്തിൽ വരികയും മക്കളൊക്കെ പഠിച്ചുയരുകയും, പിന്നെ ഇവരെ നമ്മൾ ആ കാലങ്ങളിൽ അങ്ങ് വെറുതെ വിടത്തില്ല. പിന്നെ ഇവരുടെ കുടുംബങ്ങൾ സന്ദർശിക്കുകയും ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ചിലർക്ക് ഭവനമില്ലായിരിക്കും, ഭവനമില്ലാത്തവരെങ്കിൽ നമ്മൾ ആ ലോക്കലിൽ ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ആ വീട് പണിയിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നറിയോ, ആൾക്കാർ നമ്മുടെ കൈകളിലേക്ക് പൈസ കൊണ്ടുതരും, നമ്മൾ ചോദിക്കുക പോലും വേണ്ട. അപ്രകാരം നല്ലൊരു കോൺട്രിബ്യൂഷനോട് കൂടി തന്നെ അവരുടെ ഭവനങ്ങൾ പണിയുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്.